Hello dear learners, welcome back to Summary Spot. If you are new to this channel, welcome to Summary Spot. So in this video, we are going to discuss the chapter, This Couple Sells Tea to Travel the World by Brett India. ബ്രെഡ് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബ്രെഡ് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രെഡിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഇൻസ്പയറിംഗ് വീഡിയോസ്, ഓഡിയൻസിനെ എൻകറേജ് ചെയ്യുന്ന ഇൻസ്പയറിംഗ് വീഡിയോസ്, നല്ല ഡോക്യുമെൻ്ററി ഒക്കെ പോലെ ചെയ്യുന്നതാണ് നമ്മൾ കാണാറുള്ളത്. അതുപോലെ ലൈവ് സ്ട്രീംസ് ചെയ്യും, ഷോർട്ട് വീഡിയോ, ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യും. പിന്നെ എമേർജിംഗ് ടെക് ലീഡറാണ് അവർ. മീഡിയ കമ്പനിയാണ് ബേസിക്കലി ബ്രെഡ് എന്ന് പറയുന്നത്. ബ്രെഡ് ഇസ് എ മീഡിയ കമ്പനി എയിംഡ് അറ്റ് ദ ന്യൂ ജനറേഷൻ ആൻഡ് ഇറ്റ് പൊസിഷൻസ് ഇറ്റ് സെൽഫ് ആസ് ആൻ എമേർജിംഗ് ടെക് ലീഡർ വിത്ത് ഇന്നോവേറ്റീവ് ഡിജിറ്റൽ പ്രോജക്ട്സ് ആൻഡ് പ്രോഡക്ട്സ്. അപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്രോഡക്ട്സും പ്രോജക്ട്സൊക്കെ ചെയ്യാറുണ്ട്. അപ്പം എമേർജിംഗ് ടെക് ലീഡറുമാണ്. ബട്ട് മോസ്റ്റ് ഓഫ് ദ കോമൺ പീപ്പിൾ ബ്രെഡ് എന്ന് കേൾക്കുമ്പം വീഡിയോസിലൂടെയാണ് ആ പേര് കേട്ടിട്ടുണ്ടാവുക. ബിക്കോസ് ഹൈ ക്വാളിറ്റിയിൽ നല്ല ഡോക്യുമെൻ്ററി പോലത്തെ വീഡിയോസ് വിച്ച് ആർ ഇൻസ്പയറിംഗ് ടു ദ വ്യൂവേഴ്സ്, അങ്ങനത്തെ വീഡിയോസാണ് ചെയ്യുക. ഇൻസ്പിറേഷണൽ, എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കോണ്ടൻറ്റാണ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോൻ്റെ പേരാണ് ദിസ് കപ്പിൾ സെൽസ് ടീ ടു ട്രാവൽ ദ വേൾഡ്. ലോകം കാണാനായി ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചായ വിൽക്കുന്ന കപ്പിൾ അല്ലേ. ഇത് ഒരു സമയത്ത് പത്രത്തിലും എല്ലായിടത്തും ഫേമസ് ആയതാണ്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മളെ കേരളത്തിലാണ്, കൊച്ചിയിലാണ് ഒരു പ്രായമായ കപ്പിള് അവർ ചായ വിറ്റ് പൈസ കൊണ്ട് ട്രാവൽ ചെയ്യുക. അപ്പോൾ അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് ചായ വിറ്റ് ട്രാവൽ ചെയ്യാനുള്ള ലോൺ അടച്ച് അങ്ങനെയൊക്കെ ഒരു സ്ട്രാറ്റജിയാണ്. എനിവേ ദേ ഹാവ് ട്രാവൽഡ് അറൗണ്ട് 23 കൺട്രീസ്, 23 രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട് ചായ വിറ്റുകൊണ്ട്. അപ്പം ട്രാവൽ ചെയ്യാൻ സമയമില്ല, പൈസ ഇല്ല എന്നൊക്കെ പറയുന്നവർക്കൊരു ഇൻസ്പിറേഷനാണ് ആ ഒരു കപ്പിള്. വിജയനും അദ്ദേഹത്തിൻ്റെ വൈഫ് മോഹന, ഇവരാണ് ആ കപ്പിൾ. So this couple sells tea to travel the world is an inspiring short video that addresses the common challenge of finding the time or money to pursue travel dreams. അപ്പം പൈസ ഇല്ല, സമയമില്ല എന്ന് പറയുന്നവർക്കുള്ളൊരു ആ ഒരു ചാലഞ്ചിനെ അഡ്രസ്സ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് വിജയൻ ആൻഡ് ഹിസ് വൈഫ് മോഹന, ദ ഡിറ്റർമിനേഷൻ ദേ ഹാവ്. സോ ട്രാവൽ ചെയ്യാൻ ആദ്യം വേണ്ടത് ആ ഒരു ഡിറ്റർമിനേഷൻ ആണ് എന്നാണ് അവർ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. സോ 23 കൺട്രീസ് അവർ പോയിട്ടുണ്ട്. അതിൽ ഈജിപ്ത്, ബ്രിട്ടൻ, ഫ്രാൻസ്, ഓസ്ട്രിയ, UAE ഒക്കെ പെടും. ഇന്ത്യയിൽ തന്നെ അവർ എക്സ്റ്റെൻസീവ് ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സോ അവരുടെ ഒരു അപ്രോച്ച് എന്താ? ദ യുണീക്ക് അപ്രോച്ച് ഇൻവോൾവ്സ് ടേക്കിംഗ് ഔട്ട് എ ലോൺ ടു ഫണ്ട് ഈച്ച് ട്രിപ്പ്. ഓരോ ട്രിപ്പും ഫണ്ട് ചെയ്യാൻ ഒരു ലോൺ എടുക്കും, വിച്ച് ദേ റീപേ ഓവർ 3 years ബിഫോർ പ്ലാനിങ് ദെയർ നെക്സ്റ്റ് അഡ്വെഞ്ചർ. എന്നിട്ട് 3 വർഷം കൊണ്ട് അത് ആ ലോൺ അടച്ചു തീർക്കും. എന്നിട്ട് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യും. അങ്ങനെ അപ്പോൾ അതൊരു സൈക്കിളായിട്ട് അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണാൻ സിമ്പിൾ വീഡിയോ ആണ്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പം അതിലൂടെ മനസ്സിലാവും നമുക്ക് എല്ലാ കാര്യങ്ങളും, സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ വിജയൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഫ്യൂ ഇയേഴ്സ് അവേ ഹി പാസ്ഡ് അവേ. അങ്ങനെ ഇപ്പോൾ മോഹന വീണ്ടും അവരുടെ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ ഷീ ഈസ് ട്രാവലിംഗ്. ഓക്കെ, സോ ദിസ് കപ്പിൾ ഫ്രം കൊച്ചി ഹാസ് ട്രാവൽഡ് 23 countries, ഫണ്ടിങ് ദർ അഡ്വെഞ്ചേഴ്സ് വിത്ത് ഏർണിങ്സ് ഫ്രം ദെയർ ടീ ഷോപ്പ്. വേൾഡ് ട്രാവൽ വാസ് എ ചൈൽഡ്ഹുഡ് ഡ്രീം ഫോർ ബോത്ത് വിജയൻ ആൻഡ് ഹിസ് വൈഫ് മോഹന. അവരുടെ രണ്ടുപേരുടെയും ചൈൽഡ്ഹുഡ് ഡ്രീമായിരുന്നു വേൾഡ് ട്രാവൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരുമിച്ച് അവർ കൊച്ചിയിൽ റൺ ചെയ്ത ടീ ഷോപ്പിൻ്റെ പേരാണ് ശ്രീ ബാലാജി കോഫി ഹൗസ്. അവർ രണ്ടുപേരും തന്നെ അവിടെ ചായ ഉണ്ടാക്കലും സെർവ് ചെയ്യലും എല്ലാം. അപ്പോൾ വിജയന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം ചെറുപ്പകാലത്തെ തുടങ്ങിയതാണ്. ബിക്കോസ് ഹിസ് ഫാദർ used to take him to trips to various places and temples across Kerala. ഫാദറിൻ്റെ കൂടെ കുട്ടിയായ സമയത്ത് ഇങ്ങനെ നടന്ന് ആ ഒരു ലോകം കാണാനുള്ളൊരു ആഗ്രഹം കുട്ടിക്കാലത്ത് മനസ്സിൽ കയറിയ ഒരാളാണ് വിജയൻ. വിജയൻ ഒരു 6 years old, 6 വയസ്സായപ്പോൾ അങ്ങനെ ഒരു ജേണി ആയിരുന്നു. പക്ഷേ ഫാദറിൻ്റെ മരണശേഷം വിജയൻ എന്തായി, ഫാമിലി റെസ്പോൺസിബിലിറ്റി ഒക്കെ ആയി. പിന്നീട് ട്രാവൽ ചെയ്യാനോ എങ്ങോട്ട് പോകാനൊന്നും പറ്റാതെയായി. പിന്നീട് മോഹനയെ കല്യാണം കഴിച്ചപ്പോൾ ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പറ്റിയ ഒരാളെ കൂടെ കിട്ടി. അറൗണ്ട് 40 years, ഈ വീഡിയോയിൽ പറയുന്ന അറൗണ്ട് 40 years മുന്നേ മോഹനെ കല്യാണം കഴിച്ചു. അങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള പാഷൻ, വീടിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്, കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മാറി. ഇപ്പം കപ്പിൾസ് അവരുടെ ലൈഫ് അവർക്ക് നോക്കിയാൽ മതി. അങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള പാഷൻ വീണ്ടും പുറത്തേക്ക് വന്നു. ഓക്കെ, അങ്ങനെ 1988 വീണ്ടും അവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി. ഹിമാലയാസിലൊക്കെ ഉള്ള പല റിലീജിയസ് സെൻറ്റേഴ്സിലും പോയി അവിടുത്തെ പിൽഗ്രിംസിന് വേണ്ടി കുക്കായിട്ട് വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാനുള്ള അത്രയും ഒരു ആഗ്രഹം കൊണ്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുന്നേ 1963 അന്ന് തുടങ്ങിയാന്ന് പറയുന്നത് കുട്ടിയായപ്പോൾ. പിന്നീട് ആഗ്രഹങ്ങളൊക്കെ കുഴിച്ചു മൂടി 1988 വീണ്ടും അദ്ദേഹം ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസസ് ഒക്കെ മോഹനയുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പിന്നീടുള്ള ട്രിപ്പുകളിൽ അവളെയും ഇൻക്ലൂഡ് ചെയ്തു. അപ്പോൾ അവരുടെ ട്രാവലിന് ഫണ്ട് ചെയ്യാൻ അവർ ചായ വിൽക്കാൻ തുടങ്ങി. ദ കപ്പിൾ സേവ്ഡ് 300 rupees പെർ ഡേ ഫോർ 3 years. 3 വർഷം 300 രൂപ ഒരു ദിവസം വെച്ചിട്ട് അവർ മിച്ചം വെച്ച് മാറ്റി വെച്ചു.
എന്നിട്ട് അവരുടെ ആ പൈസയും കൂട്ടിയിട്ട് ഒരു ലോണും കൂടി എടുത്തിട്ട് അവർ ഫോറിൻ ഡെസ്റ്റിനേഷൻസിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ജീവിതം വളരെ ചെറുതാണ്, ഡ്രീംസൊക്കെ ഫുൾഫിൽ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് വിജയന്. അപ്പോൾ തുടക്കത്തിലൊക്കെ അവർ ഇന്ത്യ മാത്രമാണ് എക്സ്പ്ലോർ ചെയ്തത്. അവർക്ക് ഡോട്ടേഴ്സാണ് ഉള്ളത്. ഡോട്ടേഴ്സൊക്കെ മാരീഡ് ആയതിനു ശേഷമാണ് അവർ പുറത്തേക്ക് ഫോറിൻ കൺട്രീസിലേക്കൊക്കെ പോകാൻ തുടങ്ങിയത്. ഒരു ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പ് ഈജിപ്തിലേക്കായിരുന്നു. പിന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട് സ്വിറ്റ്സർലാൻഡ് ആൻഡ് ഇസ്രായേൽ റിമെയിൻസ് മോഹനാസ് ഫേവറേറ്റ്സ്. മോഹനൻ്റെ ഫേവറേറ്റ് സ്വിറ്റ്സർലാൻഡും ഇസ്രായേലുമാണ്. വിജയൻ്റെത് റിവർ നൈലാണ്. ആൻഡ് ഹീ വിഷ് ടു റീവിസിറ്റ് ദർ സം ഡേ. അത്രയും ഇഷ്ടമാണ്, വീണ്ടും പോകാൻ അവർക്ക് താല്പര്യമുള്ള ഒരു സ്ഥലമെന്ന്. ട്രാജിക്കലി വിജയൻ പാസ്ഡ് അവേ ഓൺ November 19, 2021 ഫ്രം കാർഡിയാക് അറസ്റ്റ്, ലീവിങ് മോഹന. 2 ഡോട്ടേഴ്സും ഒരു സൺ ഇൻ ലോക്കാണ് ഉള്ളത്. അപ്പം മോഹനേനെയും ഇവരെയൊക്കെ തനിച്ചാക്കി 2021 വിജയൻ മരണപ്പെട്ടു പോയത്. So Vijay's story is a testament to the idea that neither age nor financial constraints can limit the pursuit of one's dreams. ഒരാളുടെ ആഗ്രഹത്തിന് പൈസയോ സമയമോ അല്ലെങ്കിൽ വയസ്സ് വരെ ഒരു തടസ്സമല്ല എന്നാണ് വിജയൻ്റെ ഈ സ്റ്റോറി കാണിച്ചു തരുന്നത്. His life inspires countless others to chase their passion with determination and creativity. മറ്റുള്ളവരുടെ പാഷൻ ചേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് അദ്ദേഹത്തിൻ്റെ ലൈഫ്. പ്രൂവിങ് ദാറ്റ് എ സ്ട്രോങ് വിൽ ആൻഡ് അൺവേവറിങ് സ്പിരിറ്റ് ക്യാൻ മേക്ക് എനിത്തിങ് പോസിബിൾ. ഒരു ദൃഢനിശ്ചയം, ഒരു സ്ട്രോങ് വിൽ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച് എന്തും നമുക്ക് പോസിബിൾ ആക്കാം എന്നുള്ളൊരു ഇൻസ്പിറേഷൻ കൊടുക്കുന്ന വീഡിയോ ആണ് ബ്രിട്ട് ഇന്ത്യയുടെ ഈ വീഡിയോ. അപ്പം ട്രാവൽ ചെയ്യാൻ പൈസ ഇല്ല, ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാർക്കും, ഇനി അവരുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നില്ല, എന്തെങ്കിലും റീസൺസ് കൊണ്ട് പറ്റുന്ന ആൾക്കാർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ് ഈ ഒരു വീഡിയോ. ദിസ് കപ്പിൾ സെൽസ് ടീ ടു ട്രാവൽ ദ വേൾഡ്. ഓക്കെ, അപ്പം ഇനി ഈ വീഡിയോ പോയിട്ട് കണ്ടു നോക്കുക. ചെറിയ വീഡിയോ ആണ്. സോ ഇനി എന്താണ് ബേസിക്കലി ഈ ചാപ്റ്റർ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദെൻ ഐ ഹോപ്പ് യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. So that's all about this chapter. Best of luck for your exams. Thank you.